ചൂരൽമലയിലെ ദുരന്തത്തിലെ ഇരകൾക്ക് വേണ്ടി പാർട്ടി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം മറ്റന്നാളെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ തങ്ങൾ ഇനോഗ്രേഷൻ നടത്തും. അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സൈറ്റിലെത്തി. എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകം തന്നെ നല്ലൊരു ശതമാനം വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ വീടുകളാണ്. വളരെ നല്ല ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ട് ടോണിയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെ സൂപ്പറാണ്. ഈ പ്രോജക്റ്റ് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ സ്ഥലമൊക്കെ ഇനിയുണ്ട്. കുറേ കോമൺ ഫെസിലിറ്റിയും അഡീഷണൽ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഒക്കെ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ആ കാര്യങ്ങളൊക്കെ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഒരു ഹാള് വേണം, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ വേണം, അതുപോലെ തന്നെ പാർക്ക് വേണം. അങ്ങനെയുള്ള അഡീഷണൽ സൗകര്യങ്ങൾ തുടർന്നും ഉണ്ടാക്കണം. സ്വാഭാവികമായി കോസ്റ്റൊക്കെ അധികം വരും. പ്രവർത്തകന്മാർ വളരെ നല്ല നിലയിൽ ആ കാര്യത്തെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആപ്പിൽ ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. മാർച്ച് 10 വരെ ഈ ആപ്പ് ഓപ്പൺ ആയിരിക്കും. വിശ്വാസം, സംഘാടനം, അതിനോടുള്ള സമർപ്പണം, അതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് സമന്വയിപ്പിക്കലാണ്. ഇത് സമന്വയിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സംഘടനകൾ ഏത് എന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ആർക്കും ഒഴിവാക്കാനാകില്ല. മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പ്രത്യയശാസ്ത്രപരമായ വിശ്വാസങ്ങളിൽ അതിൽ കക്ഷിയും രാഷ്ട്രീയവും മറ്റു പലതുമൊക്കെ വരുമെങ്കിലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം അത് ഒരു മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, അതിനുള്ളിലെ സമർപ്പണത്തിൻ്റെ, അതിനുള്ളിൽ കണക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ, അതിനോടുത്തരം പറയേണ്ട ഒരു ബാധ്യതകൾ കൂടി ചേർത്ത് വെക്കുന്നതാണ് എന്ന് വരികിൽ അവിടെ പിന്നെ മറ്റൊരു വിലയിരുത്തലിനും ഓഡിറ്റിനും പ്രസക്തിയില്ലാത്ത വിധം സമ്പൂർണ്ണമാവുകയാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് 51 വീടുകൾ ഇന്ന് മുണ്ടക്കൈ ചൂരൽമലയിലെ പുനരധിവാസത്തിനായി ജനങ്ങൾക്ക് കൈമാറുമ്പോൾ വിധിയുടെ തീരുമാനമെന്നവണ്ണം സർക്കാർ പോലും പിന്നീടാണ് അതിലേക്ക് കടക്കുന്നത്. അതിനു മുന്നേ അതിലേക്ക് പ്രവേശിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇതിനെ ഏത് ഘടകമാണ് ഇതിലേറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് എന്ന് നമുക്ക് വേർതിരിച്ചു പറയാനാവില്ല. കാരണം അധികാരത്തിൽ 10 വർഷം ഇല്ലാതിരുന്ന ഒരു പ്രസ്ഥാനം, അധികാരത്തിലുള്ള പാർട്ടികൾ പോലും ക്ഷയിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ 1, 2, 3 നേതാക്കൾ മാത്രമുള്ള പ്രസ്ഥാനങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏകോപിപ്പിച്ച് ഇത് ഭംഗിയാക്കുന്നതിന് പണിയെടുത്ത മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെയാണ് ഇതിലാദ്യം കയ്യടി അർഹിക്കുന്നത്. കാരണം അധികാരത്തിലില്ലാതിരുന്നിട്ട് പോലും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് പോലും മലബാറിൽ ഇതേ പേരിലുള്ള ചില മനുഷ്യരെ ഉപയോഗിച്ച് അതിനകത്ത് വ്യത്യസ്ത തരം ഓപ്പറേഷൻസ് നടത്തി പലതരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നടത്താനൊരുങ്ങിയപ്പോഴും ഇങ്ങനെ പ്രസ്ഥാനത്തെയും ഹരിത പതാകയെയും ചേർത്ത് പിടിച്ച് പാണക്കാട് വീടിൻ്റെ തണലിൽ ശാന്തമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങിയ ഒരു സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി കൂടിയാണ് ആരെയും അത്ഭുതപ്പെടുത്തിയ ആ ധനസമാഹരണം. പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഞാൻ തന്നെ ഈ ഫ്ലോറിൽ പറഞ്ഞത് ഓർക്കുന്നു. രാവിലെ പറഞ്ഞിട്ട് പോയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയമാകുമ്പോഴേക്കും കോടികൾ അതിൽ മാറിയിരിക്കുന്നു. പിന്നീട് ഒഴുകിയത് സമാനതകളില്ലാത്ത ധനസഹായമാണ്. അവിടെ മുതലല്ല ആരംഭിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ ഈ സംഭവമുണ്ടായ ആദ്യ നിമിഷം മുതൽ വൈറ്റ് വോളണ്ടിയേഴ്സ് എന്ന പേരിൽ അവിടെ എത്തിച്ചേർന്ന ചുണക്കുട്ടികൾ ഭക്ഷണം മുതൽ പശുവിനെ കറക്കൽ വരെ, പശുവിന് തീറ്റ കൊടുക്കൽ വരെ, വൃത്തിയാക്കൽ വരെ എല്ലാം ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ അത് മുഴുവൻ അങ്ങ് സർക്കാരിൻ്റെ ബദലാകുമോ എന്ന് ഭയന്ന് അവിടെ പോലും കൂട്ടിയും കിഴച്ചും ചിലതൊക്കെ ഇല്ലാതാക്കാനും ചിലതൊക്കെ അടപ്പിക്കാനുമൊക്കെ നടത്തിയ ശ്രമം നാം മറന്നുകൂടാ. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി പിന്നീട് കേരളത്തിൻ്റെ ഈ സമാനതകളില്ലാത്ത കണ്ണീർ ഭൂമിയിൽ ആദ്യമായി 51 വീടുകൾ, അതും ഏറ്റവും പ്രഗത്ഭരായ ഡിസൈനേഴ്സിനെ കൊണ്ട്, ടോണിയെപ്പോലെയുള്ള ഡിസൈനേഴ്സിനെ കൊണ്ട്, മലബാർ ടെക് പോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ട്. ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചതുപോലെ ഒന്നും കുറവ് വരുത്താതെ എല്ലാം അതിൻ്റെ ഏറ്റവും മെച്ചമെന്താണോ അതേ അർത്ഥത്തിൽ
ദുരിതബാധിതർക്കായി ജാതി മതഭേദമന്യേ നൽകുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തലല്ല. ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വാസപരമായ ആചാരങ്ങളിലൊന്നായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന വേദിയിൽ നോമ്പാണെങ്കിലും എല്ലാ വാതിലുകളും തുറന്നിട്ട് മനുഷ്യരെ ക്ഷണിക്കൂ എന്ന് പറഞ്ഞ അതേ പാളയംപള്ളി ഇമാമിൻ്റെ ശബ്ദമുഖരിതമായ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെയാണ് അങ്ങ് വടക്കേ അറ്റത്ത് ഈ ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യർക്കുമായി ഈ വീടുകൾ മുസ്ലിം ലീഗ് കൈമാറുന്നത്. ഇതിലെ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ പ്രവർത്തകർക്ക് എപ്പോഴും നേതാക്കൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഭംഗിയായി 10 മടങ്ങ് ശക്തിയോടെ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ വളരെ ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതിൽ പോഷക സംഘടനകളായ KMCCയെപ്പോലെ വലിയ കരുത്തും പിന്തുണയും സാമ്പത്തിക സഹായവും ആത്മാർത്ഥവുമൊക്കെ അന്യനാടുകളിലും അന്യപ്രദേശങ്ങളിലും പോലും നൽകുന്ന ഒരുപാട് മനുഷ്യരുടെ സമർപ്പണമൊക്കെ ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. റമദാനിലെ ആദ്യത്തെ റഹ്മത്തിൻ്റെ 10 കടന്ന് മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിലാണ് ഇതിൻ്റെ കൈമാറ്റം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനയെ ഇത്രമേൽ ഭംഗിയായി ഇത് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നവരെ കൂടി അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ ടർബുലൻസ് എന്നൊക്കെ പറയാവുന്നത് പോലെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ടർബുലൻസ് ഉണ്ടാകുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള ടർബുലൻസുകൾ ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടന്നപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് സാദിഖ് അലി തങ്ങളെന്ന അതിൻ്റെ ആ വാഹനം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് നയിക്കുന്നതിന് അതിൻ്റെ ക്യാപ്റ്റൻ എന്നോണം മുന്നിൽ നിന്ന PK കുഞ്ഞാലിക്കുട്ടി സാർ അടക്കമുള്ളവരുടെ സംഭാവന ഇതിലേറ്റവും വലുതാണ്. കാരണം ഇത്രയും വ്യത്യസ്തമായ വലിയ നേതാക്കൾ, അതോടൊപ്പം തന്നെ മതസംഘടനകൾ, അതോടൊപ്പം മലബാറിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ താല്പര്യങ്ങൾ, ഇതെല്ലാം സമന്വയിക്കുന്ന ഒരു സങ്കീർണമായ സംവിധാനത്തെ ഇത്രമേൽ ഭംഗിയോടെ മുന്നോട്ട് നയിക്കാൻ സാദിഖ് അലി തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടി എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനെന്ന് കാലമടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ തീരുമാനം ഇതിലേറ്റവും ഉജ്ജ്വലമായിരുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടി PK ബഷീർ MLA, പിന്നെ അതുപോലെ തന്നെ അതിന് ചുമതല വഹിച്ച മറ്റ് നേതാക്കൾ, എല്ലാ പേരുകളൊന്നും എനിക്കറിയില്ല. ഏതായാലും അതെല്ലാം ഭംഗിയായി ഇന്ന് അതിൻ്റെ താക്കോൽ കൈമാറുകയാണ്. ഈ താക്കോൽ കൈമാറുമ്പോൾ ഇനി നാളുകളിൽ മറ്റ് പലരും നിർമ്മിക്കുന്ന വീടുകളും ടൗൺഷിപ്പുമൊക്കെ ഇതിൻ്റെ അധ്വാനവും ഇതിൻ്റെ ചെലവും ഇതിൻ്റെ കോസ്റ്റുമായൊക്കെ താരതമ്യപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അത്തരം കാർഡുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നിജസ്ഥിതിയും വാസ്തവവുമൊക്കെ അറിയാത്തതുകൊണ്ടാണ് അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത്. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, ഒരു മുസ്ലിം ലീഗുകാരനല്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒരിക്കലും ചേർന്നിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ അകലെ നിന്ന് നോക്കിക്കണ്ട നിങ്ങളുടെ ഈ സമർപ്പണത്തെ, ഈ താല്പര്യത്തെ, ഈ കരുത്തിനെ, വിശ്വാസം സമന്വയിക്കുന്ന ഈ ഇടപെടലിനെ, എല്ലാം നേടുന്നതും വലിച്ചു കൂട്ടുന്നതും ലാഭമുണ്ടാക്കുന്നതുമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കരുതുന്ന കാലത്ത് നൽകുന്നതും അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പണിയെടുക്കുന്നതുമൊക്കെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന തികഞ്ഞ ബോധത്തോടുകൂടി മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. പടച്ചതമ്പുരാൻ നിങ്ങളുടെ ഈ സേവനത്തെ, സമയത്തെ, ഇതിൻ്റെ പണത്തെ, സമയത്തെ, സമ്പത്തിനെ, അധ്വാനത്തിനെ, അതിനേക്കാൾ ഉപരി ആ നെയ്യത്തിനെയും ആഗ്രഹത്തിനെയും ഒക്കെ ഈ വിശുദ്ധ റമദാൻ മാസവുമായി 10 മടങ്ങ് കൂലിയിൽ, സാധാരണ പറയുന്നത് പോലെ 70 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ഈ സേവനങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടി സാറിനെയും അടക്കമുള്ള എല്ലാ നേതാക്കളെയും ഏറ്റവും ഹൃദ്യമായി അഭിനന്ദിക്കുന്നു.